ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന കിടിലം ഭട്ടൂരയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള കുറുമക്കറിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇത് രണ്ടും വെച്ചിട്ടുള്ള കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സ്വാദാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദ വെച്ചിട്ടാണ് നമ്മൾ ഈ ഭട്ടൂര റെഡിയാക്കി എടുക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഭട്ടൂരയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ. 250 ml കപ്പിൽ 4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് റവ എടുക്കുക. അതിനുശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കുഴച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അധികം ടൈറ്റ് ആയിട്ടല്ല ഈ മാവ് വേണ്ടത്, കുറച്ച് ലൂസായിട്ടാണ്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾ എടുക്കുന്ന മൈദയുടെ റവയുടെ ഒക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇങ്ങനെ വലിഞ്ഞു വരുന്ന ടൈപ്പിൽ, അധികം ടൈറ്റ് ആയിട്ടല്ല വേണ്ടത്. കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇതിന് മീതെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. 1.5 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഭട്ടൂര റെഡിയാക്കി എടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കുറുമക്കറി റെഡിയാക്കി എടുക്കാം. അടിപൊളി സ്വാദിലുള്ള കുറുമക്കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് കുറുമക്കറി റെഡിയാക്കി എടുക്കാൻ നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കാഷ്യൂ എടുത്തിട്ടുണ്ട്. 4-5 കാഷ്യൂ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ തക്കാളിയാണ് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിനയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം ടീസ്പൂണിലാണ് അളവ് പറയുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടണം. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ മൂത്ത് നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടണം. നന്നായിട്ട് വഴന്ന് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ആ ഒരു പരുവം വരെ നമ്മൾ വഴറ്റിയെടുക്കുക. ഒരു 3-4 മിനിറ്റ് നേരം എടുക്കുമ്പോഴേക്കിനും ഇത് നന്നായിട്ട് വഴന്ന് കിട്ടും.
ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. കോളിഫ്ലവർ അധികം ഇട്ട് കൊടുക്കുന്നില്ല. ഏകദേശം ഒരു 1/4 കപ്പ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് 1.5 കപ്പ് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ മസാലയായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിത് വേവിക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് വെള്ളത്തിന് പകരം തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാൽ ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. 1.5 കപ്പ് 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കുക. നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെച്ച് ഒരു 12 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ഒരു 12 മിനിറ്റ് കുക്ക് ചെയ്താൽ ഇത് കറക്റ്റായിട്ട് കുക്കായി കിട്ടും. വെജിറ്റബിൾസ് ഒരുപാടങ്ങ് കുക്കായി പോവരുത്. ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇത് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് കറക്റ്റ് പാകത്തിന് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1.25 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1ാം പാൽ ചേർത്താൽ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഉപ്പും എരിവെല്ലാം കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി സ്വാദിലുള്ള കുറുമക്കറിയാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളി സ്വാദാണ്. ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചൊരു ലൂസിലാണ് ഇരിക്കുക. ഇത്തിരി ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റ് പാകത്തിനുള്ള ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഭട്ടൂരയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറുമക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കും. ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ പൊടി ഇട്ടിട്ടല്ല ഇത് പരത്തിയെടുക്കുന്നത്. കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. പരത്തി കൊടുത്തതിന് ശേഷം ഈ അറ്റം ഭാഗം കുറച്ച് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇട്ട് കൊടുത്ത് അപ്പം തന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൊന്തി വരും. പൊന്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് ചേഞ്ച് ആയി പോവും. ഒരു 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു ഇടുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ അല്ലാതെ നമുക്ക് പരത്തി റെഡിയാക്കി എടുക്കാം. കുറച്ചൊരു കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കനത്തിലാണ് പരത്തിയെടുക്കുന്നത്. നമ്മൾ ഗോതമ്പിൻ്റെ ഭട്ടൂര ഉണ്ടാക്കിയ സമയത്ത് നല്ല നൈസായിട്ടാണ് പരത്തിയെടുത്തിരുന്നത്. ഇതങ്ങനെയല്ല. ഇത് ചെറിയൊരു കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇട്ട് കൊടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇത് പൊന്തി വരും. തിരിച്ചിട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭട്ടൂരയാണ്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഭട്ടൂരയും കുറുമക്കറിയും നല്ലൊരു കോംബോ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുതേ.
നമുക്ക് ഓരോന്നും ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പലതരത്തിലുള്ള കുറേ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല പഫി ആയിട്ടിരിക്കുന്ന ഭട്ടൂരയാണ്. കഴിക്കാനും അടിപൊളി സ്വാദാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ കേട്ടോ. താങ്ക് യു.